ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമുക്കൊരു അടിപൊളി ചിക്കൻ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ കഴുകി ഉണക്കിയ മല്ലിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞങ്ങൾ മല്ലിപ്പൊടി നമ്മൾ പൊടിക്കുമ്പോൾ കുറച്ച് അരി അതേപോലെ കുറച്ച് കരിവേപ്പിൻ്റെലയും കൂടി ഇട്ടിട്ടാണ് പൊടിക്കുക കേട്ടോ. അപ്പോൾ പ്രത്യേക ഒരു സ്മെല്ലാണേ. പിന്നെ നമ്മൾ മല്ലിപ്പൊടി അതേപോലെ മുളക് പൊടി കുറച്ചേ ഇട്ടിട്ടുള്ളൂ, കുരുമുളക് പൊടി, പിന്നെ അതേപോലെ നമ്മുടെ മസാലപ്പൊടി കേട്ടോ, അതും വറുത്ത് പൊടിച്ചതാണേ. എല്ലാം കൂടി ഇട്ടൊന്ന് നല്ല വറക്കണം കേട്ടോ, നല്ലൊരു മണം വരുന്ന പോലെ വറക്കണം. എന്നിട്ട് നമ്മൾ കഴുകി വെച്ച് നമ്മളെ ചിക്കനിലേക്ക് അതെല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് നമ്മൾ വീട്ടിൽ എല്ലാം വറുത്ത് പൊടിക്കുകയാണെങ്കിൽ അതിന് ടേസ്റ്റ് വേറെ ഒന്ന് തന്നെയാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണമെങ്കിലും 10 ഇരട്ടി ടേസ്റ്റാവും നമ്മൾ വീട്ടിൽ മല്ലിയും മുളകും വറുത്ത് പൊടിക്കുകയാണെങ്കിൽ കേട്ടോ. അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അത്ര ടേസ്റ്റാണ് മല്ലിപ്പൊടി. അപ്പോൾ നമ്മൾ നമ്മുടെ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു, എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ പൊട്ടിച്ചു കേട്ടോ. അവിടുത്തെ അച്ഛന് ഉലുവ ഇട്ടോ, ചിക്കനിൽ ഉലുവ ഇട്ടാലേ കഴിക്കുള്ളൂ. അപ്പോൾ ഞങ്ങളങ്ങനെ എല്ലാവർക്കും ഇപ്പോൾ അത് ശീലമായിട്ടോ ഉലുവ ഇട്ടിട്ട്. അപ്പോൾ അങ്ങനെ ഉലുവ ഏകദേശം പൊട്ടി വന്നു. എന്നിട്ട് നമ്മൾ വലിയ ഉള്ളി, പച്ചമുളകും കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടു കേട്ടോ. പിന്നെ അത് ഏകദേശം വേണ്ടപ്പോൾ നമ്മൾ തക്കാളി ഇട്ടു. പിന്നെ നമ്മുടെ വരട്ടി വെച്ച ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. നമ്മളിതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആഡ് ചെയ്യുന്നില്ല കേട്ടോ, അല്ലാതെ തന്നെ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പം അങ്ങനെയാണ് ചിക്കൻ കറി ആട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മല്ലിപ്പൊടി മുളക് പൊടി നമ്മളെ വീട്ടിൽ പൊടിക്കുന്നതിൻ്റെ ആ ടേസ്റ്റ് ഒരു വേറെ തന്നെയാണ്. എന്തായാലും ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മൾ ഒന്ന് നല്ലൊന്ന് ഇളക്കി സെറ്റാക്കണം കേട്ടോ. പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് സിമ്മിലിട്ടിട്ട് വേവിക്കണം. അപ്പോൾ ഏകദേശം കുറച്ചൊക്കെ വെള്ളം ഒരു തിള വന്നു കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ എപ്പോഴും ചിക്കൻ വയ്ക്കുമ്പോൾ കുറച്ച് തോനെ കരിവേപ്പിൻ്റെ ഇല ഇടും കേട്ടോ, അതൊരു പ്രത്യേക സ്മെല്ലാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ കറി വേവായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മേലെ കൂടെ കുറച്ചും കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഫുൾ നമ്മൾ മുളക് പൊടി കുറച്ചേ ഇട്ടുള്ളൂ, കുരുമുളക് ചിക്കൻ വെക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ കുറേ കുരുമുളക് പൊടി ഇട്ടത്. അപ്പോൾ ഏകദേശം ആയി. ഇനി നമുക്ക് നമ്മുടെ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു, നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തു കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ കരിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് നല്ലൊന്ന് വറുത്തെടുക്കണം കേട്ടോ, ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ. പിന്നെ അതിലേക്ക് കഴിക്കാൻ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ സൺഡേ എടുത്ത വീഡിയോ കേട്ടോ, ഇന്ന് എനിക്ക് ഇടാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ ഏകദേശം നല്ല ആയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ കറിക്ക് തട്ടിയിട്ടോ, തട്ടുമ്പോൾ തന്നെ നല്ല മണമുണ്ട് കേട്ടോ. എന്താ മണം അറിയോ? അപ്പോൾ അങ്ങനെ നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ആവി പറക്കണ ചിക്കൻ കറി റെഡി. തേങ്ങ കൊത്തിട്ടല്ല ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കട്ടെ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഇതിലേക്ക് കഴിക്കാൻ നമ്മുടെ ഫ്രൈഡ് റൈസും റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യം ഫ്രൈഡ് റൈസായിട്ട് ഉണ്ടാക്കി വെച്ചത്, പിന്നീട് ചിക്കൻ കറി ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കുന്നുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു.